ഈ ഒരു കിടിലം വ്യൂ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ കൂടെ നല്ല തണുത്ത കാറ്റും ഒരു രക്ഷയിലായിരുന്നിട്ടാ. ചിന്നക്കനാലിലുള്ള ആയുർ കൗണ്ട് റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടുത്തെ വ്യൂ തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു കോട്ടേജിലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ചെയ്തിരുന്നത്. അങ്ങനെ 8 മണിയായപ്പോഴേക്കും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിട്ടാ. കൂടെ തന്നെ തണുത്ത് വെക്കുന്ന കാറ്റും. അങ്ങനെ ഒരു കണക്കിന് നടന്ന റെസ്റ്റോറന്റ് എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് ഒന്നും നോക്കില്ല. വെറിക്കട ഇപ്പൊ ദോശയും മൂത്തപ്പവും പൂരി ബജ്ജിയും എന്തിന് ബ്രെഡിനെ പോലും വെറുതെ വിടില്ല. സാമ്പാർ കൂടെ സഹറാക്ക് വാളക്കോടും ഭീഷണി തന്നെയാണെന്നാ. കഴിക്കാൻ പറ്റില്ല. എല്ലാവരും പോയി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം റിസോർട്ടിന്റെ എൻട്രൻസ് ഭാഗത്തും സ്പെൻഡ് ചെയ്തു. ട്രെമെൻഡസ് ആൻഡ് മെസ്മറൈസിംഗ് ഫീലോബ്രിക്കേഷൻ ഓഫ് ദ ഐസ് എന്നൊക്കെ പറയില്ലേ, അത്ര. ഫുഡിനെ കഴിഞ്ഞ് പിന്നെ നേരെ പൂളിലേക്ക് ചാട്ടോട്ടാ. പൂളിലെ ഒരു രക്ഷ ഉണ്ടായിട്ടാ. വെള്ളത്തിന് തണുപ്പ് എന്റെ മക്കളെ ഒരു രക്ഷ ഉണ്ടായിരുന്ന ഒരു രക്ഷ ഉണ്ടായില്ല. ആ തണുപ്പത്ത് ഞാൻ മാത്രമേ പൂളിറങ്ങി. അപ്പുറം സൈഡിൽ പിള്ളേരും ഇവിടെ തള്ളാൻ നോക്കി പറ്റുണ്ടായില്ല. കിടന്ന് കാരണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. മക്കളെ കയറിയിട്ട് പിന്നെ ഞാനും കയറി. അത് നേരം നിന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നമ്മൾ നേരെ പുറപ്പെട്ടപ്പോൾ മഴ ഉണ്ടായില്ല അന്നത്തെ ദിവസം. ആ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്ത് ചിന്നക്കനാൽ വാട്ടർഫോൾസിൽ കുറച്ച് ഇറങ്ങി അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പയ്യെ നടന്ന് നല്ല കോട ഉണ്ടായിട്ടാ. പിന്നെ നമ്മൾ ടീ പ്ലാന്റേഷൻ്റെ അവിടെ ഇറങ്ങി. അവിടെ മഴയിലാത്താൻ രക്ഷപ്പെട്ട്. അത് കാരണം നല്ല വൈബായിരുന്നു. വാപ്പച്ചീരുടെ ഡാൻസും അടിപൊളിയായിരുന്നില്ലേ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പയ്യെ പുറപ്പെട്ടു. പിന്നെ അങ്ങനെ കയറാൻ നിന്നില്ല. നേരെ അടുത്ത ഫുഡ് സ്പോട്ട് എത്തുന്നവരെ വണ്ടി കിടന്ന് പാട്ടും ഡാൻസും മേളം. അത് നേരെ കോതമംഗലത്തെ സ്പെഷ്യൽ മന്തി സ്പോട്ടായ ഫർസി കുഴിമന്തി റെസ്റ്റോറൻറ്റ് കിട്ടി അടിപൊളി മന്തിയും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ലേ.